Hello students. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ സൈൻ ഡയഗ്രം ആണ്. അപ്പോൾ മൂന്ന് ഇന്റർവെൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ എഴുതണം, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം എന്നില്ല. നിങ്ങൾ f dash of x ന്റെ വാല്യൂ എടുക്കുക. f dash of x equal to 3 into x minus 2 ആണ് അല്ലേ. അപ്പോൾ ഈ ഇന്റർവെലിൽ നിന്ന് -∞ to 0 വരെയുള്ള ഇന്റർവെലിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, f dash of x ഇട്ട് കൊടുക്കുക. ആ കിട്ടുന്നതിന്റെ സൈൻ എന്താന്ന് നോക്കുക. പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്യുക. കുറേ പ്ലസ്സുകളൊന്നും ഇടണ്ടാട്ടോ, ഒറ്റ പ്ലസ് ഇട്ടാൽ മതി. അതുപോലെ 0 മുതൽ 2 വരെയുള്ള ഇൻ ബിറ്റ്വീനിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, f dash of x ന്റെ സൈൻ ചെക്ക് ചെയ്യുക. അതുപോലെ 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, f dash of x ന്റെ സൈൻ ചെക്ക് ചെയ്യുക. അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഇടണ്ട. ഇവിടെ ഓരോ വര വരച്ചോ, പാർട്ടീഷൻ വരച്ചോ, എന്നിട്ട് ഇവിടെ പ്ലസ് കാണിക്കുക, ഇവിടെ മൈനസ് കാണിക്കുക, ഇവിടെ പ്ലസ് കാണിക്കുക. ഒറ്റെണ്ണം വരച്ചാൽ മതി. അത് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ നിൽക്കണ്ട. ഇവിടെ വേണമെങ്കിൽ നേരെ ഒരു വെർട്ടിക്കൽ ലൈൻ 0ലും ഒരു വെർട്ടിക്കൽ ലൈൻ 2ലും വരച്ചോ, ഒരു പാർട്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് വരച്ചോ. ഓക്കെ അപ്പോൾ f dash of x ന്റെ സൈൻ ഡയഗ്രായി. ഇനി നമുക്ക് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഈ റീജിയണിൽ ഇൻക്രീസിങ്. അപ്പോൾ മേളിക്ക് ഒരു ആരോ മാർക്ക് കാണിക്കുക. ഇതിൻ്റെ താഴെയായിട്ട് കേട്ടോ, ഇവിടെയായിട്ട് മേളിക്ക് ഒരു ആരോ മാർക്ക്, മേളിലേക്കുള്ള ആരോ മാർക്ക് കാണിക്കുന്നത് ഇൻക്രീസിങ് എന്നുള്ളതാണ്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഡിക്രീസിങ് ആണ്. അപ്പോൾ താഴേക്ക് ഒരു ആരോ മാർക്ക് ഇടുക, ഡിക്രീസിങ് കാണിക്കാൻ. ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇൻക്രീസിങ്, മുകളിലേക്ക് ഒരു ആരോ മാർക്ക് ഇടുക. വേണമെങ്കിൽ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിഹ്നം ഇട്ടിട്ട് കാണിക്കാം. ഇങ്ങനെയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം. അടുത്തത് ഇനി റിലേറ്റീവ് എക്സ്ട്രീമാസ്, ആബ്സല്യൂട്ട് എക്സ്ട്രീമാസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ 0-ലൊരു റിലേറ്റീവ് ലോക്കൽ മാക്സിമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് 2-ൽ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 2-ലൊരു ലോക്കൽ മിനിമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 0-ലുള്ള വാല്യൂ അത് മാക്സിമം ആണ്, അത് കണ്ടുപിടിച്ചു. 2-ലുള്ള വാല്യൂ അത് മിനിമം ആണ്, അതും കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു 0, 1 ഒരു റിലേറ്റീവ് മാക്സിമം, 2, -3 ഒരു റിലേറ്റീവ് മിനിമം ആണ്. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ചു. അടുത്തത് കോൺകേവിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രസമാണ് കേട്ടോ ഈ പ്രോബ്ലം ചെയ്യാൻ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളത് ചെയ്ത് പഠിക്കുക. അപ്പോൾ കോൺകേവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഡബിൾ ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ 6x - 6 ആണ്. നമുക്ക് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ്, അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സും വേണം. അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ അൺഡിഫൈൻഡ് ആവുന്ന പോയിന്റ്സ് എന്തായാലും ഉണ്ടാവില്ല. ഫാക്ടറൈസ് ചെയ്ത് എഴുതിയത് അതിന് വേണ്ടിയിട്ടാണ്. ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ നമുക്ക് x = 1 ആണ് നമുക്കൊരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിട്ട് അതിനെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം വരച്ച ഡയഗ്രം ഇല്ലേ, അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ആദ്യം വരച്ച ഡയഗ്രം ഒന്ന് അത് ഇനി വീണ്ടും ഇവിടെ രണ്ടും കൂടെ സമ്മപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെയൊന്നും എഴുതണ്ട, അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതണ്ട. ഓക്കെ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പോൾ 1 എന്നുള്ളത് 1 മാത്രമാണല്ലോ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിട്ട് കിട്ടിയത്. 1 മാത്രമാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മളിവിടെ എഴുതുമ്പോൾ 1 മാത്രം എഴുതിയാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 1 ഒഴിവാക്കിയിട്ട് 0-ഉം 2-ഉം ക്രിട്ടിക്കൽ പോയിന്റ് ചെക്ക് ചെയ്തതിൽ എഴുതിയാൽ മതി എന്ന്. ഇപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 1 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് വേറെ ഒരെണ്ണം എക്സ്ട്രാ വരയ്ക്കാം. അപ്പോൾ ഇതിൽ 1 മാത്രം മാർക്ക് ചെയ്യുക, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മാത്രം മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ f ഡബിൾ ഡാഷ്, ഇപ്പം നമുക്ക് 2 ഇന്റർവെല്ലുള്ളൂ, -∞ മുതൽ 1 വരെയും 1 മുതൽ ഇൻഫിനിറ്റി വരെ. ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് എടുത്തിട്ട് f ഡബിൾ ഡാഷിന്റെ സൈൻ നോക്കാം. അപ്പോൾ അത് നമുക്ക് <0 നെഗറ്റീവ് ആണെന്ന് കിട്ടും. അതുപോലെ ഈ ഇന്റർവെല്ലിൽ 1 to ഇൻഫിനിറ്റി എന്നുള്ളത്, അപ്പോൾ ഇതിൽ 0-ഉം 2-ഉം മാർക്ക് ചെയ്യേണ്ട കേട്ടോ, അത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. അതിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ട, ഇവിടെ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മാത്രം മാർക്ക് ചെയ്താൽ മതി. അപ്പോഴാണ് നമുക്കത് 2 ഇന്റർവെൽ ആയിട്ട് തോന്നുള്ളൂ. പിന്നെ 1 ഇൻഫിനിറ്റിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് f ഡബിൾ ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കോൺകേവിറ്റി പറയുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കോൺകേവിറ്റി പറയാറ് അല്ലേ. അപ്പോൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾ എഴുതി വെക്കുക, ഇവിടെ നെഗറ്റീവ് അല്ലേ, അപ്പോൾ അത് കോൺകേവ് ഡൗൺവേർഡ് ആണ്. ആൻഡ് ഇവിടെ പോസിറ്റീവ് അല്ലേ, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ നമുക്ക് കോൺകേവ് അപ്വേർഡ് ആണ്. അപ്പോൾ ഇവിടെ താഴെ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി, കോൺകേവ് ഡൗൺ, കോൺകേവ് അപ്പ്. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ ടെക്സ്റ്റിൽ പറയാത്ത ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ 1 ആണ്. പിന്നെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂം കൂടി കണ്ടുപിടിച്ച് ആ പോയിന്റ് 1 - 1 എന്നുള്ള പോയിന്റ് കൂടി അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 - 1 എന്നുള്ള പോയിന്റ് കൂടി അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. കൺക്ലൂഷൻ ഓഫ് ദ ഗ്രാഫ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. അപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂ എടുത്താൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ സൈൻ ഡയഗ്രാം ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാൻ പോവുക. അപ്പോൾ ഒരു എക്സ് ആക്സിസിൽ -∞ മുതൽ ഈ 10ാമത്തെ സ്റ്റെപ്പിൽ ചെയ്താൽ മതി ഞാനിപ്പോൾ പറയുന്ന കാര്യം. അപ്പോൾ എക്സ് ആക്സിസിൽ -∞ മുതൽ +∞ വരെ വർക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ക്രിട്ടിക്കൽ പോയിന്റും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും രണ്ടും കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്യുക, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും മാർക്ക് ചെയ്യുക. അപ്പോൾ എത്ര പോയിന്റ്സ് വരും? അതുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് 0 വരും, 2 വരും, നടുവിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയ 1 വരും. അപ്പോൾ ഇങ്ങനെ 0, 1, 2 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇപ്പോൾ എത്ര ഇന്റർവെൽ ഉണ്ടെന്ന് നോക്കുക. -∞ മുതൽ 0 വരെ, 0 മുതൽ 1 വരെ, 1 മുതൽ 2 വരെ, 2 മുതൽ ഇൻഫിനിറ്റി വരെ 4 ഇന്റർവെൽ ഉണ്ട്. ഇനി 4 ഇന്റർവെല്ലും നമ്മൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അതായത് 2 സൈൻ ഡയഗ്രത്തിൽ നിന്നും കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ അവിടെ സം ചെയ്യേണ്ടത്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ വരും? -∞ മുതൽ 0 വരെയുള്ള ഇന്റർവെൽ എടുത്തിട്ട് അതിൽ നിങ്ങൾ ഇവിടെ ഓരോ വെർട്ടിക്കൽ ലൈൻസ് വെച്ച് പാർട്ടീഷൻ ആക്കിക്കോട്ടെ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതി പോകാനുണ്ട്. അതുകൊണ്ട് ഓരോ വെർട്ടിക്കൽ ലൈൻസ് ഇതിലേ വരച്ച് പാർട്ടീഷൻ ആക്കാം. അപ്പോൾ -∞ മുതൽ 0 വരെയുള്ള ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള കാര്യം അവിടെ എഴുതുക. കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്നുള്ള കാര്യവും എഴുതുക. ആ 2 കാര്യങ്ങൾ എഴുതിപ്പോയാൽ മതി. ഗ്രാഫ് വരയ്ക്കാൻ നമുക്കത് മതി. അപ്പോൾ കോൺകേവ് അപ്പ് മുകളിൽ ഇൻക്രീസിങ് ആണെങ്കിൽ ഇൻക്രീസിങ് എന്ന് എഴുതാം. അവിടെ കോൺകേവ് അപ്പ് ആണെങ്കിൽ കോൺകേവ് അപ്പ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡൗൺ ആണെങ്കിൽ അവിടെ ഡൗൺ എന്ന് എഴുതാം. ഇനി 0 മുതൽ 1 വരെയുള്ള ഇന്റർവെൽ എടുക്കുക. എന്നിട്ട് 2 ഡയഗ്രാം കൂടി നോക്കി ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ വരയ്ക്കുന്നത് ഈ സ്റ്റെപ്പിലാണ് കേട്ടോ. ഈ ഡയഗ്രാം നോക്കണം, കോൺകേവിറ്റിയുടെ ഡയഗ്രാം നോക്കണം, മുകളിലുള്ള നമ്മുടെ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിന്റെ ഡയഗ്രാം നോക്കണം. എന്നിട്ടാണ് ഈ കൺക്ലൂഷനായിട്ട് 3ാമത്തെ ഈ സൈൻ ഡയഗ്രാം വരയ്ക്കേണ്ടത്. സൈൻ കാണിക്കേണ്ട അതിൽ ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം എഴുതി പോയാൽ മതി. ഇങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ്സും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും ഒരേ ഗ്രാഫിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ഓരോ ഇന്റർവെല്ലും 4 ഇന്റർവെൽ കിട്ടും. ആ 4 ഇന്റർവെല്ലും ഫംഗ്ഷൻ മുകളിൽ എഴുതേണ്ട കാര്യം ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത്, താഴെ എഴുതേണ്ട കാര്യം കോൺകേവ് അപ്പ് ആണോ ഡൗൺ ആണോ എന്നുള്ളത്. ഇനി അടുത്ത ഇന്റർവെൽ എടുക്കുക, 0, 1 എന്നുള്ള ഇന്റർവെൽ എടുക്കുക. അവിടെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. അത് അടുത്ത മുന്നത്തെ ഡയഗ്രാം നോക്കി അറിയാൻ പറ്റും. 0 മുതൽ 2 വരെയുള്ളതായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ 0 മുതൽ 1 വരെയുള്ളത് വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ കോൺകേവ് അപ്പ് ആണോ ഡൗൺ ആണോ എന്നുള്ളതും എഴുതുക. പിന്നെ 1 മുതൽ 2 വരെയുള്ള ഇന്റർവെൽ എടുക്കുക. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളതും കാണിക്കുക. കോൺകേവ് അപ്പ് ആണോ ഡൗൺ ആണോ എന്നുള്ളതും കാണിക്കുക. 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എടുക്കുക. സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ടേബിൾ എഴുതണം എന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേബിൾ എഴുതണം എന്നില്ല കേട്ടോ. അത് എഴുതണ്ട, ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഈ ഗ്രാഫ് കിട്ടി? അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ആബ്സല്യൂട്ട് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും, എക്സ് 0 ആകുമ്പോൾ y = 1 എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ ആബ്സല്യൂട്ട് മാക്സിമം മിനിമം നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. പിന്നെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ 1 - 1 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോയിന്റ് മാർക്ക് ചെയ്യാം. പിന്നെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ 0 കാണണം, 1 കാണണം, 2 കാണണം, അതൊക്കെ കാണണം കേട്ടോ. ഇവിടെ 2 കാണിച്ചിട്ടില്ലേ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കാണിച്ചോളൂ. എന്നിട്ട് ഈ ഫസ്റ്റ് ഇന്റർവെൽ 0 മുതൽ -∞ മുതൽ 0 വരെയുള്ള ഇന്റർവെൽ എടുക്കുക. അതല്ലേ നമ്മുടെ ഫസ്റ്റ് ഇന്റർവെൽ തന്നെ. 4 ഇന്റർവെൽ അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ -∞ മുതൽ 0 വരെയുള്ള ഇന്റർവെൽ എടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് -∞ മുതൽ 0 വരെയുള്ള ഇന്റർവെൽ എടുക്കുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരുന്നു അല്ലേ. ഫംഗ്ഷൻ ആ സ്ഥലത്ത് ഇൻക്രീസിങ് ആയിരുന്നു. അതെ, ഇൻക്രീസിങ് ആണ്. ആൻഡ് -∞ മുതൽ 0 വരെയുള്ള സ്ഥലത്ത് കർവ് കോൺകേവ് ഡൗൺ ആണ്. കർവ് കോൺകേവ് ഡൗണും ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇൻക്രീസിങ് കോൺകേവ് ഡൗൺ എന്നുള്ള ഗ്രാഫ് വരയ്ക്കുക. അതെ, ഇൻക്രീസിങ് കോൺകേവ് ഡൗൺ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ 1 - 1 മാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇല്ല, അതെവിടെ വരുന്നത്? അത് ഇവിടെ വരുള്ളൂ. 1 - 1 ഇവിടെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ മാർക്ക് ചെയ്തതിലൊന്നും ഇല്ല. അപ്പോൾ
ഇൻക്രീസിങ് കോൺകേവ് ഡൗൺ എന്നുള്ള ഷേപ്പ് ഇതാ ഇവിടെ ഇങ്ങനെ വരച്ചു. ഇവിടെ നിങ്ങളുടെ പൊന്തി വരികയാണ് ഇൻക്രീസിങ് കോൺകേവ് ഡൗൺ. അപ്പം അത് 0 വരെ വരച്ചു. 0-ൽ നമുക്കൊരു ഇന്റർസെപ്റ്റ് മാർക്ക് ചെയ്യാനുണ്ട് 0-1. അപ്പം 0-1 വരെ ആ പോയിന്റ് വരെ 0-1 എന്നുള്ള പോയിന്റ് വരെ ആ ഇന്റർസെപ്റ്റ് അവിടെ ഉള്ളതല്ലേ, 0-1 എന്നുള്ള പോയിന്റ് വരെ ഇൻക്രീസിങ് കോൺകേവ് ഡൗണിന്റെ ഗ്രാഫ്. അപ്പം ഇത്രയും ഭാഗം കിട്ടി. ഇനി 0 to 1 എന്നുള്ള ഇന്റർവെൽ എടുക്കുക. 0 to 1 എന്നുള്ള ഇന്റർവെൽ എടുക്കുക. അവിടെ ഫംഗ്ഷൻ എങ്ങനെയാണ്? ഡിക്രീസിങ്ങും ആണ് കോൺകേവ് ഡൗണും ആണ് അല്ലേ. അതാ ഞാൻ വരയ്ക്കാൻ പറഞ്ഞില്ലേ, ഇതിന് തൊട്ട് മുമ്പായിട്ട് വരയ്ക്കാൻ പറഞ്ഞ ഫിഗറിൽ നോക്കി അത് മൊത്തത്തിൽ കിട്ടും. അപ്പോൾ ആ ഫിഗർ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനത് എല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് ഒരൊറ്റ എണ്ണത്തിലായിട്ട് വരയ്ക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, 0 to 1 എന്നുള്ളതിൽ ഡിക്രീസിങ്ങും ആണ് കോൺകേവ് ഡൗണും ആണ്. അപ്പോൾ 0 to 1 എന്നുള്ളടത്ത് ഡിക്രീസിങ് ആൻഡ് കോൺകേവ് ഡൗൺ എന്നുള്ളതാക്കി വരയ്ക്കാം. എവിടെ വരെ വരയ്ക്കണം? നമുക്ക് അവിടെ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നത് 1 - 1 ആണ്. അപ്പോൾ ആ 1 - 1 എന്നുള്ള പോയിന്റ് 1 ഇവിടെ, -1 ഏകദേശം ഇവിടെ. നിങ്ങൾ ഈ -5 -10 അല്ലാണ്ട് നിങ്ങൾ 1 2 3 4 5 എന്ന് മാർക്ക് ചെയ്തോട്ടത്. ഇത്രയും ഗ്യാപ്പ് ഇട്ട് വരയ്ക്കണമെന്നില്ല. 1 2 3 4 5 എന്ന് ഇവിടെയും 2 ആക്സിസിലും മാർക്ക് ചെയ്തോ. കുറച്ചധികം മാർക്ക് ചെയ്യേണ്ടി വരുന്നുള്ളത് കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രാഫ് വൃത്തിക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1 - 1 എന്നുള്ള പോയിന്റ് ഇവിടെ -1ന് നേരെ ഇവിടെ മാർക്ക് ചെയ്യുക. 1 - 1 എന്നുള്ള പോയിന്റിൽ വരെ ഡിക്രീസിങ് കോൺകേവ് ഡൗൺ എന്നുള്ള ഷേപ്പ് വരയ്ക്കുക. ഡിക്രീസിങ് കോൺകേവ് ഡൗൺ ഞാൻ കോൺകേവിറ്റി പഠിപ്പിച്ചപ്പോൾ ആ ഷേപ്പുകൾ നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 എണ്ണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ വരയ്ക്കുന്നത്. ഡിക്രീസിങ് കോൺകേവ് ഡൗണിന്റെ ഷേപ്പ് വരച്ചു. പിന്നെ 1 മുതൽ 2 വരെ. 2 ശരിക്കും ഇവർ കാണിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കാണിക്കണം. 1 2 3 4 ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ അതെ 1 2 3 4, ഇവിടെ -1 2 3 4. ഈ 5 10 എന്നുള്ളത് എടുക്കാൻ നിൽക്കണ്ട, എല്ലാ പോയിന്റും മാർക്ക് ചെയ്തോട്ടോ. അധികം വലിയ വാല്യൂസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് 1 മുതൽ 2 വരെയുള്ള ഇന്റർവെൽ ആണ്. നമുക്കറിയാം 1 മുതൽ 2 വരെയുള്ള ഇന്റർവെല്ലിൽ ഡിക്രീസിങ് ആണ്, പക്ഷേ കോൺകേവ് അപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. 1 മുതൽ 2 വരെ വരുമ്പോൾ കോൺകേവ് അപ്പാണ് വരുന്നത്, പ്ലസ് ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സമ്മപ്പ് ചെയ്യാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നോക്കേണ്ടി വരുന്നത്, അതാണ് എളുപ്പം. അപ്പോൾ 1 മുതൽ 2 വരെ ഡിക്രീസിങ് കോൺകേവ് അപ്പ് എന്നുള്ള ഷേപ്പ് വരയ്ക്കുക. ആ ഷേപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി 2-ൽ നമുക്കൊരു മിനിമം കിട്ടും, ആബ്സല്യൂട്ട് മിനിമം കിട്ടും. ആ പോയിന്റ് ആണ് ഇത് 2, -3 എന്നുള്ള പോയിന്റ്. ഇവിടെ അപ്പോൾ -3ക്ക് നേരെ ഇരിക്കട്ടെ ഇത് 2, -3 വരെ അത് വരയ്ക്കുക, ആ ഷേപ്പ് വരയ്ക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കർവ് ഇൻക്രീസിങ്ങും ആണ് കോൺകേവ് അപ്പും ആണ്. അപ്പൊ ഇൻക്രീസിങ് കോൺകേവ് അപ്പ് എന്നുള്ള ഷേപ്പ് വരയ്ക്കുക. ഇൻക്രീസിങ് കോൺകേവ് അപ്പ് എന്നുള്ള ഷേപ്പ് അങ്ങോട്ട് മുകളിലേക്ക് വരയ്ക്കുക. നമ്മൾ 2 എക്സ്ട്രീമാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് +∞ ഇത് -∞ പോണത്. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് മുകളിലേക്ക് ഇൻക്രീസിങ് കോൺകേവ് അപ്പ് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. രസമാണ്, വരച്ച് നോക്കണം. നിങ്ങൾ വരച്ച് നോക്കിയിട്ട് ആ ഷേപ്പ് കിട്ടുന്നില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞത് വരുത്തണം. അപ്പം എല്ലാ സ്കെച്ചിങ്ങും ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസും ഇതുപോലെ തന്നെ അങ്ങോട്ട് നോക്കാം. ഓക്കെ.